ഹംസ ഒരു സുന്നി സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ കേട്ടത്. പൊന്നാനിയിലെ പരീക്ഷണം വിജയിക്കുമ്പോൾ നമുക്ക് നോക്കാം. മുബഷീർ, ചിത്രം മാറുമോ? സ്മൃതി പരുത്തികാട് ചിത്രം മാറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇടതു മുന്നണിയുടെ ക്യാമ്പുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ തിരൂർ SSM പോളിടെക്നിക് കോളേജാണ്. ഇവിടെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. 7 മണിയോടുകൂടി തന്നെ സ്ട്രോങ് റൂം തുറക്കും. 8 മണിയോടുകൂടി വോട്ടെണ്ണൽ നടപടികൾ ആരംഭിക്കും. എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇടതു സ്ഥാനാർത്ഥി അവരുടെ ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. മറുഭാഗത്തെ പൊന്നാനിയെ പൊന്നാപുരം കോട്ടയാക്കി, പച്ചക്കോട്ടയാക്കി തന്നെ നിലനിർത്താനുള്ള എല്ലാവിധത്തിലുള്ള നീക്കങ്ങളും മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത് നടത്തിയിരുന്നു. ഒരുപക്ഷെ സമീപകാല ചരിത്രത്തിൽ പൊന്നാനിയിൽ ഏറ്റവും മികച്ച പോരാട്ടം നടന്ന ഒരു സമയം കൂടിയായി ഈ ഒരു സമയത്തെ ലീഗും കണക്കാക്കുന്നത്. ആ നിലയിലുള്ള ശക്തമായ പോരാട്ടം നടന്നു എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. പൊതുവെ പോളിംഗ് ശതമാനം വിലയിരുത്തുമ്പോൾ ഏകദേശം 5% കുറവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അത് മറുഭാഗത്തേന് LDF തിരിച്ചടിയാകുമെന്ന ഒരു അഭിപ്രായമാണ് UDF മുന്നോട്ട് വെക്കുന്നത്. അബ്ദുൾ സമദ് സമദാനി എന്ന UDF സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിലൂടെ തന്നെ പൊന്നാനി മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഇപ്പോഴും UDF ക്യാമ്പ് പങ്കുവെക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ലീഗിന്റെ നേതാക്കളുമായൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ ഏകദേശം 1 ലക്ഷത്തിനടുത്ത് തന്നെ വോട്ട് ലഭിച്ചുകൊണ്ട് പൊന്നാനി മണ്ഡലം നിലനിർത്തുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് UDF ക്യാമ്പ് പങ്കുവെക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥികളൊന്നും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിനനുസരിച്ചായിരിക്കും ലീഗിന്റെ സ്ഥാനാർത്ഥി പാണക്കാടായിരിക്കും എത്തിച്ചേരുക. അതിനനുസരിച്ച് LDF സ്ഥാനാർത്ഥിയും ഇവിടെ എത്തിച്ചേരുന്നുള്ളത്. നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും അധികം സാമുദായിക രാഷ്ട്രീയം, വിശേഷം EK സമസ്ത വിഭാഗത്തിന്റെ ഉൾപ്പിരിവിലുകളും ഇടപെടലുകളും നീക്കങ്ങളൊക്കെ തന്നെ ഏറ്റവും അധികം ചർച്ചയായ മണ്ഡലം കൂടിയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം. ആ നിലയിൽ EK സമസ്ത വിഭാഗം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ നിലയിൽ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രത്യക്ഷമായി തന്നെ രംഗത്ത് വന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ടീം സമസ്ത പൊന്നാനി എന്ന രീതിയിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നു. LDF സ്ഥാനാർത്ഥിയായ ഹംസയ്ക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് ഇറങ്ങുന്നു. അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ നിലയിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ മറികടന്നുകൊണ്ടുള്ള മുബഷീർ അക്ബറാണ് വിശദാംശങ്ങൾ നൽകുന്നത്. മുബഷീർ പറയുന്നത് അനുസരിച്ച് സമസ്തയുടെ വോട്ടുകൾ എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുക എന്നുള്ളതാണ്. സമസ്ത ബോധപൂർവം ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും സമസ്തയിൽ 2 വിഭാഗങ്ങൾ ഉണ്ടായി മാറിയിട്ടുണ്ട് അല്ലേ? ഒരു ഇടതുപക്ഷത്തിനോട് അനുഭാവം പുലർത്തുന്ന വിഭാഗം, അതുപോലെ തന്നെ UDF പരമ്പരാഗതമായി ഒരു അഫിലിയേഷൻ കാണിക്കുന്ന വിഭാഗം. അത് തമ്മിലുള്ള ഒരു മത്സരമായി ഇത് മാറുന്നുണ്ടോ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും പൊന്നാനിയിൽ നമ്മൾ പോകുന്ന ഘട്ടത്തിലും സമസ്തയിലെ ഒരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആശീർവാദം ഹംസയ്ക്കുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ഹംസയ്ക്കും വ്യക്തമായിട്ട് അറിയാം. മാത്രവുമല്ല പൊന്നാനി അടക്കമുള്ള മേഖലകളിൽ ഹംസയുടെ പ്രവൃത്തി മണ്ഡലമായിരുന്ന ലീഗിൻ്റെയും ഒപ്പം തന്നെ സമസ്തയുടെയും ഒക്കെ കേന്ദ്രങ്ങളിൽ ഹംസ വളരെ കോൺഫിഡൻസോട് കൂടിയാണ് വോട്ട് ചോദിക്കാൻ ചെല്ലുന്നതും. ആദ്യ 1, 2, 3 ഘട്ടങ്ങളിലും ആ കോൺഫിഡൻസ് ഹംസ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹംസ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ സമസ്തയുടെ ആശീർവാദത്തോടു കൂടി തന്നെ നിൽക്കുന്നു എന്ന നിരീക്ഷണത്തെ പാതിയെങ്കിലും ഉറപ്പിക്കുന്ന രീതിയിലാണ് ഹംസ ഇവിടെ പോരാടിയിരിക്കുന്നത്. പക്ഷേ അബ്ദുൾ സമദ് സമദാനി എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിനെ കഴിഞ്ഞ തവണ മുഹമ്മദ് ബഷീറിനെ മത്സരിച്ച പൊന്നാനിയിൽ ഇത്തവണ അബ്ദുൾ സമദ് സമദാനി എത്തുമ്പോൾ ആ ആന്റി ഇൻകുംബൻസിയെ കൂടി മാറ്റിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല ദേശീയ തലത്തിലുള്ള വിഷയം ഇങ്ങനെ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അബ്ദുൾ സമദ് സമദാനിക്ക് അവിടെ ഒരു എഡ്ജുണ്ട്. പക്ഷേ അപ്പോഴും അതിനെ മറികടക്കാൻ CPM കഴിഞ്ഞ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് പൊന്നാനിയിൽ ഇറക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും എത്ര വോട്ട് പിടിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ഘട്ടത്തിൽ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ലീഗിനോട് സ്വാഭാവികമായിട്ടും ഈ KS ഹംസ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻനിർത്തുന്ന ഒരു സുന്നി സമസ്ത സ്ഥാനാർത്ഥിയാണോ എന്നുള്ള ചോദ്യത്തിന് അവർ നൽകിയിട്ടുള്ള മറുപടി തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള KS ഹംസയെ തങ്ങൾക്ക് എതിരാളിയായി കിട്ടിയതോടുകൂടി പൊന്നാനിയിൽ ഞങ്ങൾ കണ്ടിട്ടുള്ള ദൗർബല്യങ്ങളെല്ലാം അവസാനിച്ചു. ഇനി അവിടെ പാർട്ടി മെഷീനറി ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്വമേധയാ രംഗത്തിറങ്ങുമെന്നുള്ളതാണ്. അതാണോ അരുൺ അവിടെ ചെന്നപ്പോൾ കണ്ടത്? നിലവിൽ അങ്ങനെ ചില സാഹചര്യങ്ങളിലുണ്ട്. കാരണം സമസ്തയുടെ ഈ വോട്ടർമാരിൽ, അടിസ്ഥാന വോട്ടർമാരിൽ ഹംസയെക്കുറിച്ച് എതിരഭിപ്രായം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം അബ്ദുൾ സമദാനി ആണെങ്കിൽ മലപ്പുറത്ത് ഒരു മികച്ച MP എന്ന നിലയിലുള്ള ഒരു പ്രതിച്ഛായ അവിടെ ഉണ്ടാക്കിയിട്ടുമില്ല. അവിടെ ഒരു ആന്റി ഇൻകുംബൻസി ലെവലുണ്ട്. പക്ഷേ അത് പരാജയപ്പെടുത്താൻ പര്യാപ്തമല്ലെങ്കിൽ പോലും അബ്ദുൾ സമദാനി തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ മണ്ഡലത്തിലോ സജീവമായിരുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ കുറഞ്ഞ സമയം മാത്രമാണ് മലപ്പുറത്ത് അബ്ദുൾ സമദാനിക്ക് കിട്ടിയത്. പൊന്നാനിയിലേക്ക് വരുമ്പോൾ പക്ഷേ ET മുഹമ്മദ് ബഷീറിനുണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ ആന്റി ഇൻകുംബൻസി
ഇൻകംപെൻസി ഫാക്ടർ മറികടക്കാൻ അബ്ദുൽ സമദ് സമദാനിക്ക് കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അത് ഹംസയ്ക്ക് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് താനും. അപ്പോൾ സ്വാഭാവികമായി അബ്ദുൽ സമദ് സമദാനിയുടെ ഒരു പ്രതിച്ഛായ, ഹംസയുടെ സമസ്തയിലെ പിന്തുണ, ഒപ്പം തന്നെ സമസ്തയിലെ ഒരു വിഭാഗം പൂർണ്ണമായിട്ടും പരോക്ഷമായിട്ട് തന്നെ ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നു ഹംസയ്ക്ക് വേണ്ടി. ഇതൊക്കെ പൊന്നാനിയിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് എത്രത്തോളം വോട്ടായി മാറുമെന്നുള്ളത് വേറൊരു സവിശേഷത, പൊന്നാനി മണ്ഡലത്തിന്റെ വേറൊരു സവിശേഷത, ആ മണ്ഡലത്തിൽപ്പെട്ട 4 നിയമസഭാ മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് എന്നുള്ളതാണ്. അതിപ്പോൾ KT ജലീലാണെങ്കിലും MP രാജേഷ് ആണെങ്കിലും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ആണെങ്കിലും നന്ദകുമാർ ആണെങ്കിലും പൊന്നാനി എന്ന് പറയുന്ന മണ്ഡലം തന്നെ CPM-ന്റെ മണ്ഡലമാണ്. ആ അർത്ഥത്തിൽ 4 മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് സമസ്തയിൽ ഒരു വിഭാഗം പിന്തുണയ്ക്കുന്ന KS ഹംസയെ പോലൊരു നേതാവ് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ അവിടെ മത്സരിക്കുന്നു എന്നുള്ളതും. അതുകൊണ്ട് ആ പോരാട്ടം അത്ര ലളിതമല്ല. പൊന്നാനിയല്ലേ, പൊന്നാനി എപ്പോഴും വലതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന മണ്ഡലമല്ലേ, ലീഗിന്റെ ആധിപത്യം നിൽക്കുന്ന മണ്ഡലമല്ലേ എന്നുള്ള രീതിയിൽ എഴുതി തള്ളാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല. അട്ടിമറികൾക്ക് സാധ്യത എപ്പോഴും മണ്ഡലങ്ങളുടെ പ്രാതിനിധ്യം നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ 20 മണ്ഡലം. അത് ശരിയാണ്, 20 മണ്ഡലങ്ങളിലും ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ്. പക്ഷേ നോക്കൂ, പൊന്നാനി പോലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ, മലപ്പുറത്തെ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ 4 മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിൽക്കുന്നത് പോലെയോ പത്തനംതിട്ട മണ്ഡലത്തിൽ നിൽക്കുന്നത് പോലെയോ അല്ല. അപ്പോൾ ആ അർത്ഥത്തിൽ മാത്രവുമല്ല, ലീഗിനകത്തുണ്ടായിട്ടുള്ള ഉൾപ്പിരിവുകൾ, സമസ്തയിലുണ്ടായിട്ടുള്ള ഉൾപ്പിരിവുകൾ, പൊതുവെ മുസ്ലിം സമുദായത്തിനകത്ത് ഇടതുപക്ഷത്തോടുണ്ടായിട്ടുള്ള ചായ്വ്, ഇത്തരം ഘടകങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഇടതുപക്ഷ മുന്നണി അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ തന്നെ മത്സരിക്കാൻ ഹംസയോട് പറയുന്നത് ഇടതുപക്ഷത്തിന് മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു ഇൻറോഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കോൺഫിഡൻസിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇടപെട്ടാലോ?